ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചുള്ള പ്രക്ഷോഭത്തിന് അന്ത്യം കുറിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. 10 ദിവസത്തെ സംഭവങ്ങൾ വേദനിപ്പിച്ചുവെന്ന് രാജിക്കത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി സ്വീകരിച്ച് പ്രധാനമന്ത്രി. സമരവിജയമെന്ന് CJP പ്രഖ്യാപനം. സമരക്കാരോട് വീടുകളിലേക്ക് മടങ്ങാൻ ആഹ്വാനം. CJP ഉന്നയിച്ച 3 ആവശ്യങ്ങളും അംഗീകരിച്ചു. രാജി സമരം തുടങ്ങി 35-ാം ദിവസം. പാറ്റകളുടെ വിജയമെന്ന് വിശേഷിപ്പിച്ച് അഭിജിത് ദീപ് കെ. രാജി രാജ്യത്തെ യുവാക്കളുടെ വിജയമെന്ന് പ്രിയങ്ക ഗാന്ധി. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് സോനം വാങ്ചുക്. ഇന്ത്യൻ യുവത്വത്തിന് ബിഗ് സല്യൂട്ടെന്ന് മുഖ്യമന്ത്രി. മാസപ്പടി കേസിൽ പിണറായിക്കും മകൾക്കും അഴിയാക്കുരുക്ക്. കരാർ പിണറായിയുമായുള്ള ബന്ധം നിലനിർത്താനെന്ന് CMRL MD ശശിധരൻ കർത്തയുടെ മൊഴി. സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചെന്നും ED. അക്കൗണ്ടുകളിലെ 32 ലക്ഷം രൂപ മരവിപ്പിച്ചു. അന്വേഷണം തന്നിലേക്ക് എത്തിക്കാൻ ശ്രമമെന്ന് പിണറായി വിജയൻ. സിക്കിമിൽ തുരങ്കത്തിൽ മണ്ണിടിഞ്ഞ് വീണ് മരിച്ച NHPC ജിയോളജിസ്റ്റ് അനീഷ് മോഹന് അന്ത്യാഞ്ജലി. സംസ്കാരം കോട്ടയം പാമ്പാടിയിലെ വീട്ടുവളപ്പിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച് നിരവധി പേർ. മൃതദേഹം കേരളത്തിലെത്തിച്ചത് രാവിലെ. രാജ്യാന്തര മയക്കുമരുന്നു കടത്തിന്റെ മുഖ്യ സൂത്രധാരന്മാർ കൊച്ചിയിൽ പിടിയിൽ. സിനിമാ സ്റ്റൈലിൽ കേന്ദ്ര ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷൻ. കൊച്ചി ലുലു മാളിന് മുന്നിൽ. പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി ഉമേഷും മലപ്പുറം സ്വദേശി ഫിർദോസും. വലയിലാക്കിയത് 1000 കോടിയുടെ ലഹരിക്കടത്തിലെ മുഖ്യ സൂത്രധാരന്മാരെ. കണ്ഠര് ബ്രഹ്മദത്തൻ പുതിയ ശബരിമല തന്ത്രി. ദേവസ്വം ബോർഡ് തീരുമാനം. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ കണ്ഠര് രാജീവരുടെ ആവശ്യപ്രകാരം. ഒഴിഞ്ഞത് ആരോഗ്യ കാരണങ്ങളാലെന്ന് രാജീവരുടെ വിശദീകരണം. വൈദ്യുതി പ്രതിസന്ധിയുടെ കാരണത്തെ ചൊല്ലി വാക്പോര്. ഉത്തരവാദികൾ കഴിഞ്ഞ LDF സർക്കാരെന്ന് വൈദ്യമന്ത്രി സണ്ണി ജോസഫ്. ഇപ്പോൾ നിയന്ത്രണം വേണ്ടിവന്നത് കഴിഞ്ഞ ഏപ്രിലും മേയിലും കടം വാങ്ങിയതിനാൽ. പ്രതിസന്ധി കാരണം മഴക്കുറവാണെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ.